എന്തൊരു വിഡിത്തമാണ് ഈ ചങ്ങായി പറയുന്നത്. ഇതുപോലെ വിഡിത്തം പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ കാണിക്കാൻ പോകുന്നു, സമയമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് കാണിക്കാം. ഇനി നോക്ക് നിങ്ങൾ, ഇദ്ദേഹം തലമറക്കുന്നതിനെ സംബന്ധിച്ച് വിമർശിക്കുന്നതും അതിനെ പരിഹസിക്കുന്നതും അദ്ദേഹം പറയുന്ന ഓരോ പദങ്ങളും ശരിക്കും ശ്രദ്ധിച്ചോളൂ, ശരിക്കും മനസ്സിലാക്കിക്കോ. ആ തലക്കെട്ടുണ്ടല്ലോ, അതിനിട്ട് കഴിയും, അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല, അതുകൊണ്ട് പാറി പോകാണ്ടൊക്കെ ഗട്ടിയാന്ന് നമുക്കറിയാം. ചിലവര് സാധാരണ നമ്മൾ മേശപ്പുറത്ത് ഒരു സാധനം വെച്ചാൽ ഡേറ്റ് ഒക്കെ ഉണ്ടല്ലോ, മനസ്സിലായില്ല? സാധനം പാറിപ്പോടക്ക래. അപ്പോ തലയെക്കെട്ടിനെ വിമർശിക്കാൻ അദ്ദേഹം ആ തലയെക്കെട്ടുണ്ടല്ലോ അതിങ്ങോട്ട് കഴിയും, അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല എന്ന് നമുക്കറിയാം. പിന്നെ ഈ തലയെക്കെട്ട് കെട്ടുന്നവരൊക്കെ തേങ്ങ അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് കെട്ടല, തേങ്ങ, മാങ്ങ, കസേര, മറ്റേ ടേബിൾ ഇതൊക്കെ കയറ്റി വെച്ചിട്ട് അകട്ടല്, അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല എന്ന് നമുക്കറിയാം. മൂപ്പരിപ്പോ അറിഞ്ഞ് മനസ്സിലാക്കി പോരുക. സാധാരണ ഒരാൾ തലയെക്കെട്ടി, ഇവിടെ എത്ര ആൾ തലയെക്കെട്ടി കിട്ടിയിട്ടുണ്ട്? ഒന്ന് തപ്പി നോക്കും മൗലവിമാരെ, എന്തെങ്കിലും ഉണ്ടോ? തേങ്ങ, മാങ്ങ എന്തെങ്കിലും കിട്ടുമോ നോക്കുന്നത്? എന്ത് പൊട്ടത്തരാണ് ഇയാളെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കുന്നത്? ഇതാണോ നിങ്ങളുടെ നേതാവ്? എന്നിട്ട് പറയുന്നവർക്ക് ബാക്കി പറയുന്നത് കണ്ടോ, അത് പാറിപ്പോവാതിരിക്കാൻ കെട്ടിയതാണെന്ന് നമുക്കറിയാം. ഏത് പാറിപ്പോവാതിരിക്കാൻ? തലയെക്കെട്ട് പാറിപ്പോവാതിരിക്കാൻ തലയെക്കെട്ട് ഇങ്ങനെ കെട്ടണം. ശരിക്കും മനസ്സിലാക്കി, അയാളെ പാണ്ഡിത്യം മനസ്സിലാക്കി നിങ്ങൾ അംഗീകരിച്ചോളൂ. വിരോധമല്ല. ആ തലയെക്കെട്ടുണ്ടല്ലോ അതിനിട്ട് കഴിയും, അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല, അതുകൊണ്ട് പാറി പോകാണ്ടൊക്കെ ഗട്ടിയാന്ന് നമുക്കറിയാം. ചിലവര് സാധാരണ നമ്മൾ മേശപ്പുറത്ത് ഒരു സാധനം വെച്ചാൽ ഡേറ്റ് ഒക്കെ ഉണ്ടല്ലോ, മനസ്സിലായില്ല? സാധനം. അപ്പൊ സാധനം പാറിപ്പോവാതിരിക്കാൻ കെട്ടിയതാണല്ലോ, അതിനിപ്പോ തലം കെട്ടണോ? ഈ ചെങ്ങായി എന്തൊരു ബുദ്ധിയാണ് റബ്ബേ പഠിച്ചോ കൊടുത്തത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ബുദ്ധിയുള്ളവരാരും മഹ്ലുസുന്നെ വിട്ടു പോകില്ലാന്ന് പറഞ്ഞത്. മുമ്പ് സ്ഥലത്ത് പ്രശ്നമുണ്ടായി, ഖുർആൻ ഓതുന്ന അർത്ഥങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഖുർആൻ ഓതുന്ന സ്ഥലത്ത് ഒരു മരിച്ച മയ്യത്തിന്റെ ഖുർആൻ ഓതുകയാണ്. അപ്പൊ അവിടെ ഒരു മുജാഹിദാണ്, അവൻ പറഞ്ഞു ഖുർആൻ ഓതാൻ പറ്റില്ല, അത് ശിർക്കാണ്, ബിദ്അത്താണ്, കുഫ്റാണ്, മറ്റതാണ്, ആനയുടെ തേങ്ങ. ഇതെല്ലാം കൂടെ പറഞ്ഞപ്പോ അവിടെ ഒരു ആചാര്യനായിരുന്നു, അയാൾ അല്പം ബുദ്ധിയുള്ള മനുഷ്യരാണ്, അതുകൊണ്ടാണ് അയാൾ വിചാരിച്ചത്. അയാൾ അവിടെ ചെന്ന് പറഞ്ഞു, എന്താ മോനെ വിമർശിക്കുന്നത്? ഖുർആൻ ഓതുന്നതിനെയാണ് വിമർശിക്കുന്നത്, എന്താ പ്രശ്നം? അത് ഓതിയത് കൊണ്ട് മയ്യത്തിനൊരു ഗുണം കിട്ടൂല, ഓതിയർക്ക് കിട്ടുമോ ഗുണം? ഓതിയം കിട്ടും, എന്നാ ഓതിക്കോട്ടെ കഴിഞ്ഞ പരിപാടി. ഓർക്ക് ഞാൻ പറയാൻ പറ്റും, സംഗതി ഇപ്പൊ മയ്യത്തിനുള്ള ഗുണം കിട്ടുന്നുണ്ട്, ഓർക്കുള്ള ഗുണം കിട്ടുന്നുണ്ട്. പ്രശ്നം അവിടെ തീർന്നു. ഇതാണ് ബുദ്ധിയുള്ളവൻ അഹ്ലുസുന്ന വിട്ടുപോകൂല എന്ന് പറഞ്ഞത്. ആ തലയെക്കെട്ടുണ്ടല്ലോ അതിനോട് പാറിപ്പോകുന്ന അപ്പൊ പറഞ്ഞു ചുരുക്കം. െ സംബന്ധിച്ച് അൽമനാറിൽ പറയുന്നു കേട്ടോ, മുസ്ലിംകൾക്ക് തങ്ങളുടെ തലമറക്കൽ തൊപ്പികൊണ്ടോ തലപ്പാവ് കൊണ്ടോ എന്തുകൊണ്ടായാലും വേണ്ടില്ല, സുന്നത്താണ്. അൽമനാർ പിടിച്ചോ. ഇനി സൽസബിയിൽ ഉമർ മൗലവി പറയുന്നത് എന്താ? അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്നു. ആര്? കാക്ക, നിങ്ങളെ കാക്കയാണ്. ആര്? ഉമർ മൗലവി. അദ്ദേഹം സൽസബിയിൽ എഴുതാണ്, അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്നു, തലമറക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണെന്ന് പറയുന്നു. എണ്ണിക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? കടന്നുവാ. ഇതാണ് സൽസബിയിൽ അദ്ദേഹം വെല്ലുവിളിക്കുന്നത്. മനസ്സിലായോ നിങ്ങൾ? അപ്പോ അൽമനാറിലും സൽസബിയിലും തലമറക്കൽ സുന്നത്താണ് എന്ന് പ്രചരിപ്പിച്ചപ്പോ ഇതൊക്കെ മറന്നുപോയ ചില കുട്ടി മുജാഹിദുകൾ സ്വന്തം ഇരുന്നങ്ങ് ചിന്തിച്ചപ്പോ അതൊക്കെ പൗരോഹിത്യമാണെന്ന് മനസ്സിലാക്കി എഴുതുന്നു കേട്ടോ. പ്രത്യേക രീതിയിലുള്ള തലപ്പാവും നീണ്ട ലോഹയും പൗരോഹിത്യത്തിന്റെ ലക്ഷണങ്ങളായി സമൂഹത്തിൽ കടന്നുകൂടി. ഹിജ്റ 6-ാം നൂറ്റാണ്ടിലും അതിനു മുമ്പോ ശേഷം 8-ാം നൂറ്റാണ്ട് വരെയോ ഒരു ഇസ്ലാമിക പണ്ഡിതനും തലപ്പാവ് തന്റെ സാംസ്കാരിക വേഷമായി കരുതിയിരുന്നില്ല. അൽ ഇസ്ലാഹ് 2000 മാസിക. അപ്പൊ അത് പൗരോഹിത്യായി. ഇവര് പരിപാടി നേരത്തെ ഇസ്ലാമായ കാര്യം പെട്ടെന്ന് ഇസ്ലാമികമായി കാണും, അത് അറിയില്ല.
അതിന്റെ ഇടയ്ക്ക് ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടോ ഓരാ ഇസ്ലാമികമാണെന്ന വിഷയം മനസ്സിലാകുന്നതിന് മുമ്പ് മരിച്ചുപോയി അതിന്റെ പേരിൽ നരകത്ത് കിടക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രശ്നമാണ് ഇപ്പൊ മുജാഹിദ് ഉണ്ടാകുന്നത്. എന്താ ഇപ്പൊ പറഞ്ഞത്? ആദ്യം ഇസ്ലാമികമാണ്, അത് സുന്നത്താണ്, പണ്ഡിതന്മാർ ഏകോപിച്ച് പറഞ്ഞതാണ്, അത് ഇസ്ലാമിലുള്ള കാര്യമാണെന്നൊക്കെ അൽമനാവും സൽസബിയിലും ഒക്കെ ഉമർമാവുകയും മറ്റുള്ള നേതാക്കളും എഴുതി പഠിപ്പിച്ചപ്പോ ഇപ്പൊ ഇസ്ലാഹ് മാസിക അൽ ഇസ്ലാഹ് 2000 എഴുതി വെച്ചതോ അത് പൗരോഹിത്യമാണ്. ഒരു പണ്ഡിതനും ഇസ്ലാമിന്റെ സംസ്കാരമായിട്ട് അതിനെ കരുതിയിട്ടില്ല. നോക്ക് നിങ്ങൾ എന്നിട്ട് വിമർശിക്കുകയാണ്. നഞ്ഞി ആ തലപ്പാവ് ധരിച്ച മഹാന്മാരൊന്ന് കാണുമ്പോൾ നേതാക്കൾ എന്ന് കാണുക, അവരെ തലന്റെ ഉള്ളിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ എന്നും ശ്രദ്ധിക്കണം കേട്ടോ. കാരണം മൗലവിമാര് അത് തപ്പി നോക്കിയിട്ടാണല്ലോ ഈ വിഷയം പറയുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടു നിങ്ങൾ തലമറച്ച ഇവരുടെ നേതാക്കളെ കണ്ടോ. ആ തലേക്കെട്ടുണ്ടല്ലോ അത് ഇങ്ങോട്ട് കയ്യും, അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല. 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 കണ്ടോ നേതാക്കളെ കാണിച്ചപ്പോ മൊത്തത്തിൽ കാണിച്ച തല മറച്ചവരുണ്ട്, അല്ലാത്തവരുണ്ട്. തലയിക്കെട്ട് നന്നായി കെട്ടിയവരുണ്ട്, എന്തൊക്കെ വെച്ച് കെട്ടിയതുപോലെ തോന്നുന്നുണ്ട് ചിലർക്ക്. അപ്പൊ അങ്ങനെയൊക്കെ കെട്ടിയ മഹാന്മാരെ ഇപ്പൊ കണ്ടത്. എന്നാലും അതിനേക്കാൾ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരാളെ കാണുന്ന നല്ല സന്തോഷമല്ലോ. നമ്മള് സക്കരിയ സ്വലാഹിന്റെ ഒരു കാണാം. മൂപ്പര് തലപ്പാവ് തല മറച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് കണ്ടാൽ വളരെ സന്തോഷമല്ലോ നമുക്ക്. മൂപ്പരോട് പഴയ കാലത്തെ നമുക്ക് വലിയ താല്പര്യം കണ്ടു. രാത്രി അനുഭവം എന്ന നിലയിൽ ആരാണ് കുട്ടശ്ശേരിയാണ് എഴുതിയത്. അതിനെക്കുറിച്ച് വിമർശനങ്ങൾ ഉണ്ടായപ്പോൾ അയാൾ പിൻവലിക്കുകയും ചെയ്തു. ഇനി വലത്തെത്തിയിട്ട് വലിച്ചിട്ട് ചെയ്തു നന്നായി സുന്നത്ത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ ആയിരിക്കും. ഇനി കണ്ടോ പരിശുദ്ധ ഖുർആനിൽ ആരാണത്? നിങ്ങൾ വേറെ വരണ്ട, നിങ്ങൾ അവിടെ നിന്നാ മതി. ഒന്ന് കാണട്ടെ ആൾക്കാർ. അപ്പൊ തലമറക്കുന്നത് സുന്നത്തല്ല, അത് പൗരോഹിത്യത്തിന്റെ ലക്ഷണങ്ങളായി കടന്നു വന്നതാണ്. ആദ്യത്തെ പുരോഹിതൻ ആരാ? സക്കരിയ സ്വലാഹി. അവരുടെ നേതാക്കളൊക്കെ പുരോഹിതന്മാര്. സക്കരിയ സ്വലാഹി പുരോഹിതൻ, ഹുസൈൻ സലഫിയും പുരോഹിതൻ. ആരാ പറഞ്ഞത്? അവരെന്നെ. ഇതൊന്നും നോക്കാതെ സ്വന്തം അനുയായികളെ തന്നെ വിമർശിക്കുന്ന ഒരു വിഭാഗം, എന്തൊക്കെയോ വിളിച്ചു പറയുന്ന വിഭാഗം.